പ്രിയ സഹോദരങ്ങളും സഹോദരിമാരുമായുള്ളവരെ, ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ നോമ്പിൻ്റെ ഈ അനുഗ്രഹീതമായ 19-ാം ദിവസത്തിലാണ് നമ്മൾ ദൈവസന്നിധിയിൽ ഒരുമിച്ച് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ദൈവവചനം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യമാണ്. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ എന്ന തിരുവചനത്തെ ആസ്പദമാക്കി നമുക്ക് അല്പനേരം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ലോകത്തിൽ ക്രിസ്തീയ ജീവിതം വളരെ സുഖകരമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. അങ്ങനെയൊരു കാലഘട്ടമാണ് നമുക്ക് മുൻപിലുള്ളത്. ഇത് പലപ്പോഴും ഒരു ആത്മീയ പോരാട്ടമാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നമ്മോട് പറയുന്നു, നമ്മുടെ പോരാട്ടം മനുഷ്യരോടല്ല, പക്ഷേ ഇരുട്ടിൻ്റെ ശക്തികളോടാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മെ ഒരു ആത്മീയ ആയുധധാരിയായി തീർക്കുന്നത്. ഇന്ന് ഈ തിരുവചനത്തിൽ 2 തരത്തിലുള്ള ആയുധങ്ങളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഒന്ന്, രക്ഷയുടെ ശിരസ്ത്രം. 2, ദൈവവചനത്തിൻ്റെ വാൾ. ആദ്യം എന്താണ് രക്ഷയുടെ ശിരസ്ത്രം എന്ന് പറയുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ശിരസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു സൈനികൻ യുദ്ധമുഖങ്ങളിലേക്ക് പോകുമ്പോൾ അവൻ ആദ്യം സംരക്ഷിക്കുന്നത് എന്താണ്? അവൻ്റെ തല. കാരണം തല സംരക്ഷിക്കപ്പെടാത്ത പക്ഷം യുദ്ധം തുടരുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ശത്രു ആദ്യം ആക്രമിക്കുന്നത് നമ്മുടെ ചിന്തകളെയാണ്. നിരാശ, ഭയം, പാപചിന്ത, സ്വയം കുറ്റപ്പെടുത്തൽ, ഇവയൊക്കെയാണ് നമ്മുടെ മനസ്സിനെ ആക്രമിക്കുന്ന, ഇവയാണ് ശത്രുവിൻ്റെ അസ്ത്രങ്ങൾ. അതുകൊണ്ടാണ് ദൈവം നമ്മോട് പറയുന്നത്, രക്ഷയുടെ ശിരസ്ത്രം ധരിക്കൂ എന്ന്. രക്ഷ എന്നത് വെറും ഒരാശയമല്ല, അത് ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച ഉറപ്പാണ്. നമ്മൾ വീഴുമ്പോഴും ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും തെറ്റുമ്പോഴും ദൈവത്തിൻ്റെ കരുണ നമ്മെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരും. ഈ ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറച്ച ശത്രുവിൻ്റെ പല അക്രമങ്ങളും നമുക്ക് ജയിക്കുവാൻ സാധിക്കും. ഇനി 2ാമത്തെ ആയുധം ദൈവവചനത്തിൻ്റെ വാളാണ്. ദൈവം നമുക്ക് പ്രതിരോധത്തിനുള്ള ആയുധം മാത്രമല്ല നൽകിയിരിക്കുന്നത്, അവൻ നമുക്ക് ആക്രമണത്തിനുള്ള ആയുധവും നൽകി. അതാണ് ദൈവവചനം. ദൈവവചനം ഒരു പുസ്തകത്തിലെ വാക്കുകൾ മാത്രമല്ല, അത് ജീവിക്കുന്ന ശക്തിയാണ്. പ്രിയ ദൈവമക്കളെ, യേശുദമ്പുരാൻ മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ പിശാചിനോട് വാദിച്ചില്ല. അവൻ പറഞ്ഞു, മനുഷ്യർ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന്. ഇനിയുമുള്ള അടുത്ത വാചകമാണ് വളരെ പ്രാധാന്യം. സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം യേശുദമ്പുരാൻ പറയുന്നത് എഴുതിയിരിക്കുന്നു എന്ന വചനമാണ്. ദൈവവചനം തന്നെയാണ് പിശാചിനെ തോൽപ്പിച്ചത്. ദൈവവചനത്തിലെ ആ എഴുത്തുകളിലാണ്, ആ വാക്കാണ് പിശാചിനെ തോൽപ്പിച്ചത്. ആ വാക്കുകളാണ് പിശാചിനെ തോൽപ്പിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സ്വയം ചോദിക്കുന്നത്, ദൈവവചനം എൻ്റെ ജീവിതത്തിലുണ്ടോ?
നമ്മൾ ദിവസവും പല കാര്യങ്ങൾ കേൾക്കുന്നു. സോഷ്യൽ മീഡിയ വാർത്തകൾ, മറ്റു മനുഷ്യരുടെ അഭിപ്രായങ്ങൾ, അങ്ങനെ പലതും. പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നുണ്ടോ? ഈ വിശുദ്ധ നോമ്പ് കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക. ദൈവവചനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നു. ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ശക്തമാകുന്നു. ദൈവവചനം അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറുന്നു. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് വിശുദ്ധ നോമ്പിന്റെ 19-ാം ദിവസം അല്പസമയം നാം ഈ കേട്ട ധ്യാനവചന പ്രകാരം നമ്മുടെ തലകളെ ദൈവം മുൻപാകെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധനായ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീനെന്ന നിന്റെ തിരുവചനം ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിയട്ടെ. കർത്താവേ, ജീവിതത്തിലെ പല പോരാട്ടങ്ങളിലും ഞങ്ങളുടെ മനസ്സ് പലപ്പോഴും തളർന്നു പോകുന്നു. നിരാശയും ഭയവും സംശയങ്ങളും പലപ്പോഴും ഞങ്ങളുടെ ചിന്തകളെ ആക്രമിക്കുന്നു. അത്തരം നിമിഷങ്ങളിൽ ഞങ്ങളുടെ തലയിൽ നിന്റെ രക്ഷയുടെ ശിരസ്ത്രം തമ്പുരാനെ അവിടുന്ന് ധരിപ്പിക്കണം. കർത്താവെ, ഞങ്ങൾ മറക്കുമ്പോഴും ഞങ്ങളുടെ രക്ഷ നിനക്കുള്ളിൽ തന്നെയാണെന്ന് ഞങ്ങളെ അവിടുന്ന് ഓർമ്മിപ്പിക്കണം. ഞങ്ങൾ ദുർബലരാകുമ്പോൾ നിന്റെ കൃപ ഞങ്ങളെ ശക്തരാക്കട്ടെ. കർത്താവെ, ഈ ലോകത്തിൽ നടക്കുന്ന ആത്മീയ പോരാട്ടങ്ങളിൽ ഞങ്ങൾ പലപ്പോഴും ആയുധമില്ലാത്തവനെ പോലെ നിൽക്കുന്നു. പക്ഷേ ഇന്ന് നിന്റെ തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഞങ്ങളുടെ കൈകളിൽ ഒരു ശക്തമായ ആയുധമുണ്ട്. അത് ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളാണ്. കർത്താവേ, നിന്റെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവനുള്ളതാകട്ടെ. ഞങ്ങൾ ദുർബലരാകുമ്പോൾ നിന്റെ വചനം ഞങ്ങളെ ഉയർത്തട്ടെ. ഞങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നിന്റെ വചനം ഞങ്ങളെ സംരക്ഷിക്കട്ടെ. ഞങ്ങൾ വഴി മാറുമ്പോൾ നിന്റെ വചനം ഞങ്ങളെ വീണ്ടും നിന്റെ വഴിയിലേക്ക് നയിക്കട്ടെ. കർത്താവേ, ഈ വിശുദ്ധ നോമ്പ് കാലങ്ങളിൽ ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ പ്രവൃത്തികളെയും നിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ പുതുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ വചനം ഒരു വെളിച്ചമാകട്ടെ. ഞങ്ങളുടെ മനസ്സിൽ നിന്റെ രക്ഷ ഒരു ശിരസ്ത്രമാകട്ടെ. കർത്താവേ, ഇന്ന് ഈ ധ്യാനം കേൾക്കുന്ന ഓരോരുത്തരെയും നിന്റെ കൃപയാൽ അനുഗ്രഹിക്കണമേ. അവരുടെ വീടുകളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ ജീവിതങ്ങളെയും അവരുടെ ജീവിത മാർഗങ്ങളെയും നിന്റെ സമാധാനത്താൽ അവിടുന്ന് നിറയ്ക്കണം. ഇവയെല്ലാം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പൊന്നുതമ്പുരാനെ, പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യാചനകളുടെ ശബ്ദം കേട്ടതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.